اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പകർത്തിയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സമാനതകളില്ലാത്ത സൽഗുണങ്ങൾ സത്യവിശ്വാസിക്ക് സമ്മാനിച്ചുകൊണ്ടാണ് വ്രതാനുഷ്ഠാന നാളുകൾ ഒരു വിശ്വാസിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവ ഏതൊക്കെയൊന്ന് തിരിച്ചറിയുകയും ഓരോന്നും നേടിയെടുക്കുന്നതിനായി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാൻ വിശ്വാസി ബാധ്യസ്ഥനാണ്. ആ ഗുണങ്ങളൊന്നും കിട്ടാതെയാണ് നോമ്പ് നമ്മിൽ നിന്ന് വിട പറയുന്നത് എങ്കിൽ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ വലിയ നഷ്ടകാരികളിൽ നാം ഉൾപ്പെട്ടു പോകും. എന്തിനാണ് നോമ്പ്? കഴിഞ്ഞ ഖുതുബകളിലും മറ്റും നമ്മൾ കേട്ടതുപോലെ വളരെ ചെറിയ ഒരു പദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. അത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ. ആ തഖ്വയാണ് ജീവിതത്തെ മുഴുക്കെ നിയന്ത്രിക്കുന്നത്. എവിടെയാണ് തഖ്വയുടെ ഉത്ഭവ കേന്ദ്രം? അത് മനുഷ്യൻ്റെ ഹൃദയമാണ്. മനസ്സിലാക്കിയ പോലെ വേഷഭൂഷാദികളിലും ഹാവഭാവാദികളിലും ഒന്നും മാത്രം ഒതുങ്ങുന്നതല്ല. ഇസ്ലാം പറഞ്ഞ ഒരു ഡ്രസ് കോഡുണ്ട്, അത് നമുക്ക് സ്വീകരിക്കണം, ആണായാലും പെണ്ണായാലും. മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഒരു വിശ്വാസിയുടെ ആചാരാനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളും സ്വഭാവ മര്യാദകളും ഒക്കെ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതുപോലെ തന്നെയാകണം. എന്നാൽ കേവലം വേഷഭൂഷാദികളിൽ ഒതുങ്ങുന്നതല്ല യഥാർത്ഥത്തിൽ ഈമാനും ഇസ്ലാമും തഖ്വയും ഒന്നും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അത് മനസ്സിൽ നിന്ന് തുടങ്ങുകയാണ്. എന്താണ് മനസ്സ് എന്ന് ശാസ്ത്രീയമായിട്ട് ഇപ്പോഴും പറയാൻ നമുക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. പലരും പല അഭിപ്രായങ്ങളും പറയുന്നു. എവിടെയാണ് മനസ്സുള്ളത് എന്നും പറയാനായിട്ടില്ല ശാസ്ത്രത്തിന്.
എന്നാൽ ഹൃദയവും തലച്ചോറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മനസ്സ് എന്ന അത്ഭുതത്തെക്കുറിച്ചും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ഒരു വിശ്വാസിയുടെ ശക്തി സ്രോതസ് മനസ്സാണ്. ആ മനസ്സിനെ നന്നാക്കുക എന്നത് ഇസ്ലാം ആരാധനാ കർമ്മങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്ന അതിപ്രധാനമായ ഒരു സംഗതിയാണ്. തത്വഹീറുൽ ഖൽബ്, ആ കൽബ് നന്നാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസം ശരിയാവുക, അതനുസരിച്ച് കർമ്മങ്ങൾ അന്യൂനമാവുക, ആചാര അനുഷ്ഠാനങ്ങൾ മുറ പോലെ നിർവഹിക്കപ്പെടുക, അങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്റെ മനസ്സേറ്റ് ബന്ധപ്പെട്ടതാണ്. അതിനെ സംവിധാനിച്ച രീതി ഒരു മഹാ അത്ഭുതമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സൂറത്തു ഷംസ്, സൂര്യൻ എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. വിശുദ്ധ ഖുർആനിലെ 91-ാമത്തെ അധ്യായം. മനുഷ്യൻ പഠിച്ചു തീർന്നിട്ടില്ല, അവിടേക്കോട്ട് പോകാനും പറ്റിയിട്ടില്ല. എങ്കിലും പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മറ്റ് ഗ്രഹങ്ങളിൽ ചെന്നിറങ്ങണമായിട്ട് ചെന്നിറങ്ങാനും പറ്റൂല. ഒക്കെ നമുക്കറിയാവുന്ന സംഗതിയാണ്. വശംസി വളുഹാഹ, സൂര്യനും അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്ന് വരുമ്പോൾ. സൂര്യൻ അസ്തമിച്ച് പിന്നെ നമുക്ക് ചന്ദ്രനെ കാണാനാവും. വന്നഹാരി ഇദാ ജല്ലാഹ, പകലിനെ തന്നെയാണ് സത്യം, അത് സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. ആ പകലിലാണ് സൂര്യൻ നമുക്ക് ദൃശ്യമാകുന്നത്. വല്ലൈലി ഇദാ യഗ്ശാഹ, രാത്രിയെ തന്നെയാണ് സത്യം, അത് അതിനെ മൂടുമ്പോൾ. ഓരോ പദങ്ങളും രാത്രി എന്നത്, പകല് എന്നത്, സൂര്യൻ എന്നത്, ചന്ദ്രൻ എന്നത് ഒക്കെ ശാസ്ത്രീയമായി ഒരുപാട് സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതും മനുഷ്യൻ പഠിച്ചതും ഇനിയും പഠിക്കാൻ ബാക്കി നിൽക്കുന്നതുമാണ്. വസ്സമാഇ വമാ ബനാഹ, ആകാശത്തെയും അതിനെ സ്ഥാപിച്ച രീതിയെ തന്നെയാണ് സത്യം. വാനലോകം എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമാണ്. മനുഷ്യന്റെ പഠനം എവിടെ എത്തിയിട്ടില്ല. ആ ജെയിംസ് വെബ് എന്ന പ്രത്യേക ക്യാമറ വന്നപ്പോൾ പ്രകാശത്തിലൂടെ മനുഷ്യന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ പ്രപഞ്ചമൊന്നുമല്ല പ്രപഞ്ചം. അത് ഇനിയും വളരെ വിസ്തൃതമായി അത്ഭുതമായി തുടരുകയാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. വൽ അർളി വമാ തഹാഹ, ഭൂമിയെയും അതിനെ വിസ്തൃതമാക്കിയ ആ രീതിയെയും തന്നെയാണ് സത്യം. ഭൂമിയുടെ ആ ഷേപ്പ്, അതിൻ്റെ ഗോളാകൃതി, അതിൻ്റെ വിസ്തൃതി, ഇതര ഗ്രഹങ്ങളിൽ നിന്ന് അത് മാറി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രത്യേകത ഭൂമിക്കുമുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഒട്ടേറെ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളാണ്. ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും ഒരുപാട് ചിന്തിക്കാൻ വക നൽകുന്ന കാര്യങ്ങളാണ്. ഇനി അത് വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മെ ഉണർത്തുന്നത്. വനഫ്സിൻ വമാ സവ്വാഹ, മനസ്സിനെയും മനുഷ്യ മനസ്സിനെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, എന്നിട്ട് അതിന് അതിൻ്റെ ദുഷ്ടതയും അതിൻ്റെ സൂക്ഷ്മതയും സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതൊരു മനസ്സിലും രണ്ട് വശങ്ങളുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, എന്നാൽ ആ മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചവൻ അവനാണ് വിജയം പ്രാപിച്ചിരിക്കുന്നത്.
വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ ആരാണോ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും അവനാണ് നിർഭാഗ്യമടയുകയും ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ മുന്നിൽ വെച്ച് ഒരു മഹാസത്യം നമ്മോട് പറയാണ്. അത് മനുഷ്യ മനസ്സിന്റെ അത്ഭുതത്തെക്കുറിച്ച് കൂടിയാണ്. അതിനെ സംസ്കരിച്ചവനാണ് രക്ഷപ്പെട്ടവൻ. അതെങ്ങാനും മലിനമായാലോ അതോടുകൂടി അവൻ പരാജയമടഞ്ഞു. സത്യത്തിൽ ഇന്ന് സമകാലീന മനുഷ്യ സമൂഹം അനുഭവിക്കുന്നത് ഈ മനസ്സ് മലിനമായതാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും മനസ്സ് മലിനമായതുകൊണ്ടാണ് സഹപാഠിയെ ഇவ்விதം മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലാൻ അവൻ ധാർഷ്ട്യം കാണിക്കുന്നത്. അധ്യാപകരോടും ഗുരുനാഥന്മാരോടും മാതാപിതാക്കളോടും കയർക്കാൻ അവൻ തയ്യാറാകുന്നത് അവന്റെ മനസ്സ് മലിനമാണ്. അവൻ ഒരുപക്ഷെ രാസലഹരിക്കടിമപ്പെട്ടിട്ടാകാം, അതല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന സമൂഹം അങ്ങനെയാകാം. നമ്മൾ കേൾക്കുന്ന പാട്ടും നമ്മൾ കേൾക്കുന്ന സകല സംഗതികളും അങ്ങനെയൊക്കെ തന്നെയാണ്. നിരീക്ഷകന്മാർ പറയുന്നത് അടുത്തിറങ്ങിയ സിനിമകളൊക്കെ മനുഷ്യനെ കൊലയും ഈ രക്തം ചിന്തലും പ്രേരിപ്പിക്കുന്ന സിനിമകളാണ്. സിനിമകൾക്ക് വലിയ സ്വാധീനമുണ്ട്, പറയേണ്ടതില്ല. അത് തന്നെ കണ്ടിട്ടാണ് സമൂഹം വളർന്നു വരുന്നത്. മനസ്സ് മലിനമാണ്. അതുകൊണ്ടാണ് ഒരു മേട്ടിട്ടിട്ട് അല്ലെങ്കിൽ ഹാമർ എടുത്തിട്ട് തന്നെ പ്രസവിച്ച മാതാവിനെയും അടക്കമുള്ള ഉറ്റ ബന്ധുക്കളെ തലയോട്ടി അടിച്ചു തകർക്കാൻ മനുഷ്യൻ മുതിരുന്നത്. അത്രമേൽ മലിനമാണ്. സാധാരണ നമ്മൾ പറയുമ്പോൾ മൃഗതുല്യമായ അവസ്ഥ പറയാറുണ്ട്, മൃഗീയമായി എന്ന് പ്രയോഗിക്കാറുണ്ട്. ഒരു മൃഗവും തൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഇരയ്ക്കു വേണ്ടിയല്ലാതെ വേറൊരു ജന്തുവിനെ ആക്രമിക്കാറില്ല. അത് മനുഷ്യനാ ചെയ്യുന്നത്. നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വായിൽ പോലും ഇല്ലൂമിനേറ്റി എന്നുള്ള പാട്ടാ വരുന്നത്. അതിൽ പറയുന്നത് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർവത്ത് എന്നാ. കുറേ വരികളുണ്ട്. മിമ്പർമെന്ന് അത് പാടിക്കാണ്ട് മലിനമാക്കേണ്ടതില്ലല്ലോ. ആ സിനിമ കണ്ട് ഇറങ്ങുന്നവരോട്, മാർക്കോ സിനിമ കണ്ട് ഇറങ്ങുന്നവരോട് ചാനലേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ. അതിൻ്റെ ഹരങ്ങനെ അവർ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. എന്തേ? ആകെ ചോരക്കളിയാണ്. ഓനത് പറയുമ്പോഴൊരു രസം അവൻ്റെ മുഖത്ത്. ആ സിനിമയുടെ സന്ദേശം എന്താ? ആകെക്കൂടെ അതിൽ ചോരക്കളിയാണ്. അതുകൊണ്ട് സിനിമ വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഈ ചോരക്കളിക്കാണ് പ്രാധാന്യം. അത് ഈ ചെറുപ്പം മുതലേ കണ്ടങ്ങനെ കണ്ട് വളരുക, അതിൽ ഊട്ടപ്പെട്ട മനസ്സായി മാറുക. ആ ചോര കണ്ടില്ലെങ്കിൽ ആ പ്രശ്നം. അതുകൊണ്ട് ആ സഹപാഠിനെ ഇങ്ങനെ മലർത്തിക്കടത്തി കയ്യും കാലും കെട്ടിട്ടിട്ട് മീൻ വരഞ്ഞ മാതിരി വരഞ്ഞിട്ട് അതിലിങ്ങനെ ലോഷൻ ഒഴിച്ചിട്ട് റാഗിങ് എന്ന പുണ്യകർമ്മം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. അവരാണ് നമ്മൾ ആസ്പത്രിയിൽ വന്നിട്ട് നമ്മളെ തടവാനും നമ്മളെ ചികിത്സിക്കാനും വരേണ്ട നഴ്സുമാര്. എങ്ങനെ ഉണ്ടാകും ഈ സമൂഹം എന്ന് ആലോചിച്ച് നോക്കൂ. അവൻ്റെ മനസ്സൊക്കെ എത്രമാത്രം ക്രൂരമാണെന്ന്. തൻ്റെ സഹപാഠി പിടഞ്ഞ് കരയുമ്പോൾ അത് നോക്കി ആസ്വദിക്കുന്ന ഒരു മനസ്സാണ് അവൻ്റേത്. അതുകൊണ്ടാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞിട്ട് ഉദാത്തമായ ഒരു രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു മറുവശം ഓർമ്മിപ്പിച്ചത് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അധമരിൽ അധമനായി മാറും. ഒരു മൃഗം ഇങ്ങനെ ചെയ്യൂല. ഈ ഇരുകാലി മൃഗമല്ലാതെ ഇൻസ്റ്റയിലും വാട്സപ്പിലുമൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് തൻ്റെ സഹപാഠിയെ എങ്ങനെ അടിച്ചു കൊല്ലണമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് പ്രീ പ്ലാൻഡായിട്ട്, അല്ലാതെ വെറുതെ എങ്ങനെങ്കിലൊക്കെ ഒരു അടിപിടിയിൽ അങ്ങനെ കൊല്ലപ്പെട്ടു പോയതല്ല. പ്രീ പ്ലാൻഡായിട്ട് പർപ്പസ്ഫുള്ളി തൻ്റെ സുഹൃത്തിനെ അടിച്ചു കൊല്ലുകയാണ്. അവിടെയാണ് മനുഷ്യ മനസ്സിൻ്റെ ആ മാലിന്യവും അതിൻ്റെ ആ ദുഷ്ടതയും ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ അർത്ഥം. തഖ്വയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് തന്നെ
തഖ്വയുള്ളവരടുത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അമല് സ്വീകരിക്കുമെന്ന് വെച്ചാൽ ശുദ്ധമായ മനസ്സാകണം എന്നർത്ഥം. ഹാബീലിന്റെയും കാബീലിന്റെയും കഥ പരാമർശിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ കാബീലും ഹാബീലും രണ്ട് പ്രതീകങ്ങളാണ്. കാബേല് തന്റെ സഹോദരനെ കൊല്ലണമെന്ന മനസ്സ് വെക്കുന്നവനാണെങ്കിൽ ഹാബേല് നേരെ തിരിച്ച. ഹാബേല് പറഞ്ഞ എന്താണ്? നീ എന്നെ കൊല്ലാൻ നിന്റെ കൈകൾ നീട്ടിയാലും ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലാൻ നിന്നെ കൊല്ലാൻ എന്റെ കൈകൾ അങ്ങോട്ട് നീട്ടൂല. രണ്ടും രണ്ട് വ്യക്തിത്വം, രണ്ട് സ്വഭാവ, രണ്ട് ക്യാരക്ടർ. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. കാരണം എന്താ? ലോകരക്ഷിതാവായ റബ്ബിനെ ഭയപ്പെടുന്ന ഒരു മനസ്സെനിക്കുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്തും ചെയ്യാം. കാബേല് ഹാബേലിനെ കൊന്നു. ആ മൃതശരീരവും പേറി അസ്വസ്ഥ ചിത്തനായി നിസ്സഹായനായി ആ ഹാബേല് കാബേലങ്ങനെ നടന്ന് പോകുന്ന രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ വല്ലാത്തൊരു പരാജിതനായി പോയല്ലോ എന്ന് അപ്പോഴാണ് അവൻ ഓർക്കുന്നത്. ഭൂമിയിൽ നടക്കുന്ന ആദ്യത്തെ കൊലപാതകം. ആരും ഒരു തെറ്റ് ചെയ്തിട്ട് അത് മറ്റൊരു മാതൃകയാക്കിയാലും അത് തുടക്കം കുറിച്ചോന് അതിൻ്റെ ഒരു പങ്കുണ്ട്. നന്ദി അങ്ങനെ തന്നെ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിച്ചിട്ട് ആരൊക്കെ അതിൽ പങ്കാളികളാകണോ അവർക്ക് അവരുടെ ആ നന്മയുടെ പങ്കിൽ നിന്ന് ഒന്ന് ഈ നന്മക്ക് തുടക്കം കുറിച്ചോനുണ്ട്. അതുകൊണ്ട് ആരും തിന്മയുടെ മുന്നിൽ കൊടിയും ഏന്തി നിൽക്കാൻ നിൽക്കണ്ട. ആലോചിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് ശരിയോ തെറ്റോ, ഞാൻ കാബീലിന്റെ ഭാഗത്ത് നിൽക്കണോ ആബേലിന്റെ ഭാഗത്ത് നിൽക്കണോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കർമ്മവും ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിലേക്കാണ് നോക്കുന്നതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വേഷഭൂഷാദികളും പുറത്തേക്കുള്ള ആ ചേലും കോലും മറ്റും ഒന്നും അല്ലാഹു നോക്കണില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ആ ഹൃദയ വിശുദ്ധിയാണ് അല്ലാഹു പരിഗണിക്കുക. അതനുസരിച്ചാണോ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക. അങ്ങനെ മാറ്റിവരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുക. അതുകൊണ്ട് ആ മനസ്സ് നന്നാകണം, സംസ്കൃത ചിത്തനായി മാറണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമുക്കറിയാവുന്നതാണ്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. പടച്ച റബ്ബേ, ജനലക്ഷങ്ങളെ ജനകോടികളെ ഹാജരാക്കുന്ന സമയത്ത് നീ മാനം കെടുത്തല്ലേ, അപമാനിതനാക്കല്ലേ റബ്ബേ. ആരാത്? ഖലീലുള്ളയാണ് പ്രാർത്ഥിക്കണേ. ദുനിയാവിൽ ചില ആൾക്കാർക്കൊക്കെ എന്തോ ഒരു ധൈര്യാന്നറിയോ. നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, നിങ്ങളെ സ്വർഗത്തേക്ക് നമ്മളാക്കി തരാന്നൊക്കെ ദുനിയാവിന്ന് വീമ്പളക്കണ പടുവിഡ്ഢികളായ ആൾക്കാരുണ്ട്. നരകവും സ്വർഗമൊക്കെ ഓല കയ്യിലാണ്. ഒരു പറഞ്ഞ മാതിരി കൗമങ്ങനെ ആടിക്കൊടുത്താൽ മതി, എന്നാല് ഓല ഒന്നായിട്ട് കോമ്പലോടുക്കനെ സ്വർഗത്തേക്ക് കൊണ്ടാകാന്ന്. പാട്ടും അങ്ങനെ തന്നെ പറയുന്നത്. എന്നെ തുടർന്നവർക്കും സ്വർഗം ഞാൻ നേടിക്കൊടുക്കാന്ന് റിഫായി ഷെയ്ഖ് പറഞ്ഞിക്കണെന്ന്. അത് മുയ്യദ്ദീൻ ഷെയ്ഖിന്റെ മേലെ നിൽക്കാൻ വേണ്ടി റിഫായി ഷെയ്ഖിന്റെ മുരീദ് കെട്ടിണ്ടാക്കിയ പാട്ടാ. ആ രൂപത്തിലൊക്കെ പാട്ടുപാടുന്നവർ മനസ്സിലാക്കുന്നില്ല. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ വിഷയത്തിലുള്ള ആശയം എന്താന്ന് ഒരാൾക്കും അങ്ങനെ കഴിച്ചിലാക്കാൻ പറ്റൂല. റബ്ബേ, എന്നെ നീ അപമാനിതനാക്കല്ലേ. യൗമ ലാ യുൻഫഉ മാലും വലാ ബനൂൻ. മനുഷ്യൻ ഈ ദുനിയാവിൽ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തോ സന്താനങ്ങളോ തനിക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത ദിവസമാണ് അന്ന്.
ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ മനസ്സ് എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് സുരക്ഷിതമായ മനസ്സുമായിട്ട് ആരാണോ റബ്ബിനെ സമീപിക്കുന്നത് അവർക്കേ അവിടെ രക്ഷയുള്ളൂ. അതാണ് ഇസ്ലാം ആരാധനാകർമ്മങ്ങളിലൂടെ വിശ്വാസത്തിലൂടെയൊക്കെ വിശ്വാസിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ പരലോക വിശ്വാസവും റബ്ബിനെക്കുറിച്ചുള്ള പേടിയില്ലാതെ ആദ്യം തന്നെ മദ്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞാലോ തിന്മ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലോ ഒരാളും അത് ഉപേക്ഷിക്കൂല എന്ന് ആയിഷാ ബീവി പറയാൻ കാരണം അതാണ്. വ്യഭിചാരം ഒരു കുറ്റമേ അല്ലാത്ത കാലത്താണ് വ്യഭിചരിച്ചു പോയതിന്റെ പേരിൽ പശ്ചാത്താപബോധം കൊണ്ട് ആ മനസ്സിന്റെ വിശുദ്ധി കൊണ്ട് മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിൽ വന്നിട്ട് പറയുന്നത്, ത്വഹിർനി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂൽ എന്നെ ശുദ്ധീകരിക്കണം. ഒരു വ്യഭിചാരിയെ എങ്ങനെ ശുദ്ധീകരിക്കുക? എറിഞ്ഞിട്ട് കൊല്ലുകയാണ് ഇസ്ലാമില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിപ്പോ പോയിക്കോളി. അയാൾ ആ പശ്ചാത്താപ ബോധം അള്ളാന്റെ റസൂല് മനസ്സിലാക്കി ആ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്ന് അയാളെ ഒഴിവാക്കാനാ നോക്കിയത്. കാരണം ആ മനുഷ്യൻ നന്നായിട്ടുണ്ട്. പക്ഷേ അയാൾ പോയില്ല, കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഗോത്രക്കാരിലേക്ക് ആളെ വിട്ടിട്ട് ചോദിച്ചറിഞ്ഞു, ഈ മായിസ് എന്ന് പറയുന്ന ആളിന് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അയാളെ ബുദ്ധിക്ക് വല്ല ഭ്രമം സംഭവിച്ചിട്ടുണ്ടോ? അയാൾ എറിഞ്ഞു കൊല്ലണം എന്നാണല്ലോ വന്നിട്ട് പറയണത്. ഇല്ല, വിവരം കിട്ടിയത് തിരിച്ചാ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യനാണല്ലോ മായിസ്. എന്തേ? പ്രവാചകൻ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവര് പറഞ്ഞു, നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല. വീണ്ടും മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് വന്നതാ, വിളിപ്പിച്ചല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. കുഴിച്ചിട്ട് ആ കുഴിയിൽ നിർത്തിയിട്ട് അവസാനം ഓരോരുത്തരായിട്ട് എറിഞ്ഞു കൊന്നു. എറിഞ്ഞു കൊന്നപ്പോൾ അതുകൊണ്ട് തീർന്നില്ലട്ടോ. മാഇസ് ഇബ്നു മാലിക്കിന്റെ ആ പ്രവൃത്തിക്ക് വിധേയയായ ഗോത്രക്കാരി, മഖ്ദൂമിയ ഗോത്രക്കാരിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. നബി, നിങ്ങള് മായിസിനെ ശുദ്ധീകരിച്ചില്ലേ, അതേമാതിരി ഇനിയും വേണം ശുദ്ധീകരിക്കുക. ഞാനാണ് അതിന്റെ ഇര. അത് കഴിഞ്ഞിട്ട് ഇത്രയായി, ഞാനൊരു ഗർഭിണിയാണ്, എന്നെയും അങ്ങ് എറിഞ്ഞു കൊല്ലണം, ശുദ്ധീകരിക്കണം. ത്വഹിർനി യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളൊരു ഗർഭിണിയാണെങ്കിൽ ആ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ പ്രസവിച്ചിട്ട് വരി. കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ല, ഈ കുഞ്ഞ് സ്വന്തം ഭക്ഷണം കഴിക്കാനാവട്ടെ, അല്ലാതെ നിങ്ങളാണ്ട് വന്നാലെങ്ങനെ? മുലകുടി പ്രായം കഴിയട്ടെ. ആ പശ്ചാത്താപ ബോധമുണ്ടല്ലോ, വീണ്ടും കുറഞ്ഞില്ല. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന പോലെ കൊല്ലാൻ തീരുമാനിച്ചു, എറിഞ്ഞു കൊല്ലാൻ. ഖാലിദ് ഇബ്നുൽ വലീദ് ഉണ്ടായിരുന്നു. വലിയ കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് തലയോട്ടി പൊട്ടിയിട്ട് ചോര മേത്ത് തട്ടിയപ്പോ ശപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആരാണവർ എന്നറിയോ? അവർ ചെയ്ത തൗബ ഈ മദീനയിലെ 70ഓളം കുറ്റകാരികളിലേക്കാണ് കൊടുത്താൽ അത് എമ്പാടും മതിയാവും. അത്രയും വലിയ തൗബയാണ്. അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് മയ്യത്ത് നമസ്കരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എറിഞ്ഞു കൊല്ലപ്പെട്ട ഒരാളിന് പിന്നെ എന്തിനു മയ്യത്ത് നിസ്കരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അവരുടെ തൗബ അത്രമേൽ ശക്തമാണ്. മനസ്സ് മലിനമാകുന്നതിൽ നിന്ന് മനുഷ്യന്റെ മനസ്സ് മുക്തമാകണം. അതാണ് ഒരു വിശ്വാസിക്ക് അവൻ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളിലൂടെ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ശുദ്ധായാൽ ശരീരം മുഴുവൻ ശുദ്ധായി.
അലാ വഹിയൽ ഖൽബ്, ആ ഖൽബിന്റെ പ്രവർത്തനം അങ്ങനെ. സ്വലിഹത്തിൽ ജസദു കുല്ല, ശരീരം മൊത്തം നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ വിമലീകരിക്കുക എന്നതും കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതും ചെയ്തുപോയ കുറ്റകൃത്യങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക എന്നതുമൊക്കെ നോമ്പിലൂടെ വിശ്വാസിക്ക് കിട്ടേണ്ട നേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ചെയ്തുപോയ തെറ്റിൽ ആത്മാർത്ഥമായി ഖേദിക്കുകയും ശുദ്ധമായ മനസ്സോടെ റബ്ബിനെ സമീപിക്കുകയും ചെയ്യുന്ന സദ്ബുദ്ധരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മാനസിക വിശുദ്ധിയാണ് വിശ്വാസിക്ക് ആരാധനാ കർമ്മങ്ങളിലൂടെ, പ്രത്യേകിച്ച് നോമ്പിലൂടെ കിട്ടേണ്ട ഏറ്റവും വലിയ ഗുണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ. ശിർക്ക് ചെയ്യാത്ത, മജ്ലിസുന്നൂറും മൗലൂദും റാത്തീബും അദ്ദാദും, ഇനി അതിലേക്ക് ചേരുവ ഏതൊക്കെ ഉണ്ടോ ആ ജാതിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഒരാൾ മുസ്ലിമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓൻ്റെ അമലുകൾ സ്വീകരിക്കും, അള്ളാഹ് പുറത്തു കൊടുക്കും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ ഇല്ലാ റജുലൻ. എന്നാൽ അതിലൊരു എക്സെപ്ഷണൽ കേസായി അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല. ആരാ? കാന ബൈനഹു വബൈന അഖീ ശഹന. അവനും വേറൊരു സഹോദരനും തമ്മിൽ ഒരു ഈർഷ്വത അല്ലെങ്കിൽ ഒരു പക, ഒരു വെറുപ്പ് ബാക്കിയുണ്ട്. ഫയുഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഉൻദുറു ഹാദൈനി ഹത്താ യസ്ഫലിഹ. ഈ രണ്ടാളുകൾക്ക് പുറത്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ നന്നാകണം, നന്നായിട്ടേ അവർക്ക് പുറത്തു കൊടുക്കാൻ കഴിയൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാം ഉണ്ട്, ഇബാദത്തൊക്കെ ഉണ്ട്, പക്ഷേ മറ്റവനോടുള്ള കുടിപ്പക അവിടെ മനസ്സിൽ ബാക്കിയാണെങ്കിൽ അള്ളാഹ് പുറത്തില്ല. അബൂ ലംലമിന്റെ കഥ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കക്ക് പ്രേരിപ്പിച്ചു, പക്ഷെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല എടുത്തു കൊടുക്കാൻ. യുദ്ധത്തിന് അദ്ദേഹം തയ്യാറായി നിൽക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, നിന്റെ റസൂല് യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞു, ഞാനിതാ നിയ്യത്ത് ചെയ്ത് നിൽക്കുക. പിന്നെ സദക്കക്ക് പ്രേരിപ്പിച്ചു, ഞാൻ ഇവിടൊക്കെ തപ്പി, എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കാൻ റബ്ബേ എൻ്റെ കയ്യിലില്ല, പക്ഷെ ഞാനൊരു വലിയ മഹത്തായ സദക്ക ചെയ്യുന്നുണ്ട്, എന്നോട് പകയും വിദ്വേഷവും വെച്ചവരോടൊക്കെ ഞാൻ പുറത്തു കൊടുക്കുക, എന്നെ പഴിച്ചവർക്കും എന്നെ തൊഴിച്ചവർക്കും എല്ലാവർക്കും റബ്ബെ ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അത് എന്നിൽ നിന്നുള്ള ഒരു ധർമ്മമായി സ്വീകരിക്കും റബ്ബെ. നമ്മൾ കേട്ട കഥയായതുകൊണ്ട് വിശദീകരിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ മുഖേനയാണ് ഈ സംഭവം അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത്. പകല് വന്നിട്ട് അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇന്നലെ ഒരു പ്രത്യേകമായ സദക്ക ചെയ്ത ആൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ, ആരാണത്? ഇന്നലെ രാത്രി ആരാരും എണീക്കണില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും പറഞ്ഞു, അല്ല, സാധാരണ മുതലെടുത്ത് കൊടുത്തിട്ടാണല്ലോ സദക്ക ചെയ്യല്. ഇത് എല്ലാ മുസ്ലിങ്ങളായ ആളുകൾക്കും എന്നോട് വിദ്വേഷം വെച്ചവർക്കും ഞാനിതാ നാഥാ പുറത്തു കൊടുത്തിരിക്കുന്നു, ഇതെന്റെ ധർമ്മമായി സ്വീകരിക്കണേ എന്ന് പറഞ്ഞ ആളാരാ? അപ്പോ അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അബൂലുംലം പറഞ്ഞു, അത് ഞാനാ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുഅ്ജിസു അഹദുക്കും അൻ യകൂന മിസ്ല അബീ ലംലം ഔ അബീ ലൈഗം, ഈ അബൂലുംലമിനെ പോലെ ഇങ്ങനെ ധർമ്മം ചെയ്യാ എന്താ നിങ്ങൾക്കൊക്കെ കയ്യായിക? എന്തേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ധർമ്മം ചെയ്തൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പ്രോത്സാഹിപ്പിച്ചു. സഹോദരന്മാരെ, നമ്മളെ നോമ്പിന്റെ ദിനരാത്രങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ വിശുദ്ധിക്കായി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ റബ്ബിങ്കലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. ശുദ്ധമായ മനസ്സുമായിട്ട് റബ്ബിന്റെ അടുത്ത് ചെന്നോനല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഗ്ല, ഫിർദൗസ് എന്ന സവിശേഷമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ റബ്ബേ ഞാൻ ഒരിക്കലും അർഹനല്ല. വലാ അഖ്വാ അലന്നാരിൽ ജഹീമി എന്നുവെച്ച് കത്തിയാളുന്ന ആ നരകാഗ്നിയെ അതിജയിക്കാനുള്ള ശേഷിയും എനിക്കില്ല റബ്ബേ. ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നാഥാ നീ പുറത്തു തരികയും എൻ്റെ തൗബ നീ സ്വീകരിക്കുകയും ചെയ്യണം. ഫഇന്നക ഗാഫിറുസ് ദംബിൽ അലീമി, ഏത് വലിയ പാപവും പൊറുക്കുന്നവനാണല്ലോ നാഥാ നീ. ഇലാഹി അബ്ദുക്കൽ ആസി അതാക, തെറ്റ് ചെയ്ത ഈ പാവം അടിമ നാഥ നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചാ വന്നിട്ടുള്ളത്. മുഖിറം ബിനൂബി വഖദ് ദഅക, ചെയ്തുപോയ ഓരോ തെറ്റും അംഗീകരിച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഫഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലുൻ, നീ എനിക്കെന്റെ പാപങ്ങളൊക്കെ പുറത്തു തരികയാണെങ്കിൽ നീ അതിന് അർഹനാണ്, അതിന് നിനക്ക് കഴിയും, യാതൊരു സംശയവുമില്ല. ഫഇൻ തതുറുദ് ഫമൻ യർഹം സിവാക, അതല്ല റബ്ബേ, ഈ സാധുവായ പാപിയായ എന്നെ നീ തട്ടി മാറ്റുകയാണെങ്കിൽ, ആട്ടി അകറ്റുകയാണെങ്കിൽ ആരുണ്ടെന്നോട് കരുണ കാണിക്കാൻ? ആ ആശയം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ റഹ്മാനായ റബ്ബിനോട് ചെയ്തുപോയ തെറ്റിൽ ആത്മാർത്ഥമായി ഖേദിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാനും സുരക്ഷിതമായ മനസ്സുമായി റബ്ബിനെ സമീപിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം വ്യയം ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ ഈ റമളാൻ മാസത്തിൽ സമാർജിച്ചെടുക്കേണ്ട വലിയ ഒരു ഗുണമാണ്, വലിയ ഒരു സ്വഭാവമാണ്. നമ്മളുടെ ദാനം കൊണ്ട് നമുക്ക് അള്ളാഹു ഉദ്ദേശിച്ച പല വിപത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടി നീക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ദാനം ചെയ്യേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ എണ്ണി ഈ ഖുതുബയിൽ തന്നെ പറയണമെന്നില്ല. എങ്കിലും നമ്മൾ ഓരോന്നിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾക്ക് കഴിയാവുന്ന വിധത്തിൽ നാം ദാനം ചെയ്യുക, റബ്ബിങ്കലേക്ക് അടുക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ദാനധർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വഫൂറും റഹിമുമായ തമ്പുരാൻ നമുക്കേവർക്കും പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ നമസ്കാരവും നമ്മളുടെ നോമ്പും നമ്മളുടെ സദഖയും സകാത്തും മറ്റെല്ലാ സ്വാലിഹായ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു